നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെർബൽ ടീ ആണ്. ഇത് ചെമ്പരത്തി പൂ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ കാണുന്ന ചെമ്പരത്തി, 5 ഇതളുള്ള ചെമ്പരത്തി, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനാകെ കൂടി വേണ്ടത് നമുക്ക് വെള്ളം, തിളച്ച വെള്ളം, ചെമ്പരത്തി പൂവ് ഒരു 3 മുതൽ 5 വരെ ആവാം. എനിക്കിപ്പോൾ 3 ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പഞ്ചസാര, അതുകൂടാണ്ട് നമുക്ക് കുറച്ച് നാരങ്ങാനീര്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം, മേഴ്സിലി അവൈലബിൾ ആണ്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് ഇതിന്. ശരിക്കും ഒരു ക്രാൻബെറി ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുടിക്കുന്നത് നല്ലതാണ്. മേ ബി ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഡെയിലി ഒന്നും കുടിക്കാൻ പറ്റില്ലായിരിക്കും, കാരണം നാച്ചുറൽ ആണെങ്കിൽ പോലും ചില സാധനങ്ങൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വല്ലപ്പോഴും കുടിച്ചാൽ എന്തായാലും കുഴപ്പമില്ല. ഇതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഹെൽത്ത് ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കുക. പിന്നെ ഈ ചെമ്പരത്തി ഇതിൻ്റെ ഇതള് മാത്രമായിട്ട് അടർത്തിയെടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കഴുകിയെടുത്ത ഇതളുകളാണ്. അതെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. 2-3 ചെമ്പരത്തിയുടെ ഇതളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ചോ? ഇതിപ്പോൾ ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു കാൻബറി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ടോ, അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് നല്ല റെഡ് കളറായത് കണ്ടോ. ഇനി നമുക്കിത് കുടിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ചെമ്പരത്തി ചായ. വളരെ ഈസിയാണ്. കുട്ടികളെ കൊണ്ടൊക്കെ വെക്കേഷൻ സമയത്ത് ചെയ്യിപ്പിച്ച് നോക്കാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.